തൗഹീദിൻ്റെ ബന്ധപ്പെട്ട തക്ഫീറുൽ മുശ്രിക്കിൻ്റെ വിഷയം കൂടി സംസാരിച്ചിട്ട് നിർത്താം എന്ന ഒരു നിലപാടിലാണ്. തക്ഫീറുൽ മുശ്രിക്കീൻ, ബറാഅത്തു മിനൽ മുശ്രിക്കീൻ, ദീനിൻ്റെ അസ്ലിയായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, തക്ഫീറുൽ മുശ്രിക്കീൻ എന്ന വിഷയം മുശ്രിക്കുകളെ മുശ്രിക്കുകളായി കാണുക. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിസാല, ചെറിയൊരു ഇതാണ് നവാഖിദുൽ ഇസ്ലാം. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യങ്ങൾ ഓരോ മുസ്ലിമും പഠിക്കേണ്ട, നിർബന്ധമായി പഠിക്കേണ്ട. ഇസ്ലാമിൽ നിന്ന് എങ്ങനെ പുറത്തു പോകും? നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ ഇസ്ലാം അങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങൂല എന്ന നിലയ്ക്കല്ല. അത് കൂടുകയും കുറഞ്ഞില്ലാതാവുകയും ചെയ്യും. അതാണ് നമ്മൾ പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭാരം തോന്നുന്നതും നമ്മുടെ ഈമാൻ കുറയുന്നതും എന്നൊക്കെ ഈ വിഷയങ്ങൾ കൊണ്ടാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നവാഖിദുൽ ഇസ്ലാമിൽ മൂന്നാമത്തൊരു ബാബുണ്ട്, മല്ലം യുകഫിറുൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ. അതായത് മുശ്രിക്കിനെ മുശ്രിക്കാകാതിരിക്കുക, മുശ്രിക്കിൻ്റെ ഷിർക്കിൽ, അതായത് മല്ലം യുകഫിർ മുശ്രിക്കിനെ ശക്ക ഫീ കുഫ്രി, അവൻ്റെ കുഫറിൽ സംശയിക്കുക. പിന്നെ ഔ സഹഹ മദ്ഹബഹും കഫറ, അതായത് അവൻ്റെ മദ്ഹബിനെ നേരായി കാണുക, അവൻ്റെ മാർഗ്ഗത്തിന് നേരായി കാണുക. ഈ മൂന്നെണ്ണം അവനുണ്ടെങ്കിൽ അവന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചത് കൊണ്ട് അവനിക്ക് പ്രത്യേകിച്ച് ലാഭമല്ല. കാരണം നമ്മളിതൊക്കെ വിശദീകരിച്ചതിൻ്റെ ഒരു ഖുലാസ എന്ന നിലയ്ക്ക് പറയാം, ചുരുക്കമായി പറയുകയാണ്. തൗഹീദ് പൂർത്തീകരിക്കണമെങ്കിൽ മുശ്രിക്കിനെ മുശ്രിക്കായി തന്നെ കാണാൻ പഠിക്കണം, അറിയണം. കാരണം ഷിർക്ക് ചെയ്യുന്ന വ്യക്തി ഷിർക്കാണോ ചെയ്യുന്നത്, തൗഹീദാണോ ചെയ്യുന്നത് അവനെ അറിയില്ലെങ്കിൽ അവൻ അതാണ് ഇൽമ്. നമ്മൾ പഠിച്ചു, നമ്മൾ ഷർത്തിൽ പഠിച്ചാണ് ഇൽമ്. അപ്പോൾ ഇൽമ് ഉണ്ടാവണം. എന്താണ് ഇൽമ്? നമുക്ക് വ്യക്തമായി അറിയണം എന്താണ് ഷിർക്ക്, എന്താണ് കുഫർ, വ്യക്തമായിട്ട് അറിയണം. അതറിയാത്തൊരു വ്യക്തിക്ക് തൗഹീദില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ആ ഷിർക്ക്, കുഫറിനെ നമ്മൾ സംശയിക്കുന്നത് കുഫറാണോ കുഫറല്ലേ എന്ന് സംശയിക്കുക. അതും അവന് എന്തല്ല, തൗഹീദ് അറിഞ്ഞിട്ടില്ല, യക്കീനില്ല, ഇൽമില്ല എന്നുള്ളൊരു തെളിവാണത്. അപ്പോൾ പിന്നെ അവന് നേരായിക്കാൻ ആ മാർഗം ശരിയാണെന്ന് വിശ്വസിച്ചാൽ തന്നെ അവന് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇവിടെ തക്ഫീറുൽ മുശ്രിക്കിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ സലഫികൾ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ അബദ്ധങ്ങൾ പറയുന്നതായി കാണാം. ഉദുറുബിൽ ജഹലിൻ്റെ വിഷയം കുറച്ച് വിശാലമായി സംസാരിക്കേണ്ടതാണ്. തക്ഫീറുൽ മുശ്രിക്കിൻ്റെ വിഷയം എടുത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ, മുശ്രിക്കിനെ മുശ്രിക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ആദിറുകൾ എന്ന് പറയപ്പെടാൻ അർഹരായ ആളുകൾ ഉദുറ് കൊടുക്കുക, അവർക്ക് പരിഗണന കൊടുക്കുക. പച്ച ഷിർക്ക് ചെയ്യുന്ന ആളുകളെ മുസ്ലിമായി ഇസ്ലാമിൻ്റെ ഉള്ളിലായി കാണുക. ഇങ്ങനെ കാണുന്നത് വളരെ അപകടവും അവൻ്റെ തൗഹീദ് തന്നെ ഒരുപക്ഷെ തെറ്റിപ്പോകാൻ കാരണവുമാകും. അപ്പോൾ എത്ര തൗഹീദ് ബാധിച്ചാലും തൗഹീദിൻ്റെ അസ്ലിയായിട്ടുള്ള കാര്യമാണ് തക്ഫീറുൽ മുശ്രിക്കിൻ. അത് അസ്ലിയായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ സംസാരിക്കുന്നതൊക്കെ അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ്. ഈ വിഷയം ഒരു അഭിപ്രായ വ്യത്യാസം അഖീദൻ്റെ വിഷയത്തിൽ സ്വഹാബത്തിനില്ല, ഇവർക്കുണ്ടാകാം. കാരണം അത് പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം ഇവർ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അഖീദൻ്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അസ്ലിൻ്റെ വിഷയമാണ്, ദീനിൻ്റെ അസ്ലുദ്ദീനാണ്. ഇത് ഉസൂലിയായിട്ടുള്ള വിഷയങ്ങളാണ്. അത് സംസാരിക്കുക വേണം, പഠിപ്പിക്കുക വേണം. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മുശ്രിക്ക് ഷിർക്ക് ചെയ്യുന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിലും അവൻ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലും, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു, കൽബിൽ അവർ വിശ്വസിച്ചു. എന്തുകൊണ്ട് അവർ നാവ് കൊണ്ട് ഉച്ചരിച്ചില്ല? കാരണം അവർക്ക് ഉച്ചരിച്ചാൽ അറിയാം, ഇത് പ്രാവർത്തികമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുന്നത് എന്തിലേക്കല്ല, കേവലം ഒരു ലാ ഇലാഹ ചൊല്ലിയിട്ട് വിടാനല്ല. അത് വിളിക്കുന്നത് തൗഹീദിലേക്കാണ്. അത് വിളിക്കുന്നത് അള്ളാഹുലേക്കുള്ള ഇൻഖിയാദും വീഴുതുങ്ങലിലേക്കാണ്, അള്ളാഹുലേക്കുള്ള മഹബത്തിലേക്കാണ്, മറ്റു തോകൂത്തുകളെ വെടിയിലാണ്. ഇതിനേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്. മുശ്രിക്കുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ലാ ഇലാഹ ഉച്ചരിച്ചില്ല. അല്ലാണ്ട് അവർക്ക് ഉച്ചരിച്ചാൽ എന്താ, മനസ്സുകൊണ്ട് വിശ്വസിച്ചല്ലോ അള്ളാഹിനെ അവർ. പക്ഷേ അവരുടെ മനസ്സത്തെ വിശ്വാസം പോലും ശരിയായിരുന്നില്ല. അവരുടെ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ട് കാര്യമില്ല, നാവ് കൊണ്ട് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, നാവ് കൊണ്ട് സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ല, പ്രവർത്തനത്തിനും വരണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അഹ്ലു സുന്നത്തിൻ്റെ അഖീദ. അത് അമലും അഖീദയും നാവ് കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ്. അതിലൊന്നും ഒരു കോട്ടം വരാൻ പറ്റൂല. അപ്പോൾ നാവിലുള്ള സംസാരവും പ്രവർത്തനമൊക്കെ അതാണ് അവൻ്റെ മനസ്സിലുള്ള അവൻ്റെ അഖീദ. അവൻ്റെ ഖൽബ് നന്നായാൽ മറ്റെല്ലാം നന്നായി എന്നാണല്ലോ. അവൻ്റെ ഖൽബുള്ളത് തന്നെയാണ് നാവിലുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശക്തമായി കൊണ്ട് ഉലമാക്കൾ പണ്ട് മുതലേ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇബ്രാഹിം നഗായി റഹിമുള്ള പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഖവാരിജിൻ്റെ ഫിത്നയേക്കാളിനാണ് ഈ ഉമ്മത്തിൽ ഭയപ്പെടുന്നത് മുർജിയാക്കളുടെ ഫിത്നയാണ് എന്നാണ്. കാരണം അവൻ്റെ മുർജിയാക്കളുടെ അസിൽ പറയുന്ന പോലെ തന്നെയാണ് കുഫറിന് അക്ബറിൽ ഷിർക്കിന് അക്ബറിലൊക്കെ ഉദുറ് കൊടുക്കുക. അവർ ഉദുറ് കൊടുത്തിട്ട് അറിവില്ലായ്മയുടെ പരിഗണന കൊടുക്കുക. അങ്ങനെ പരിഗണന കൊടുത്താൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, തോകൂത്തുകളെ വെടിയാത്ത ബഹുദൈവാരാധകരെ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്കാണ്. അങ്ങനെ കണ്ടാൽ എന്താ അവസ്ഥ?
ഇസ്ലാമിൽ ബഹുദൈവാരാധകർക്ക് സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ബഹുദൈവാരാധന നടത്തുന്നത് ഒരു ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ ബഹുദൈവാരാധനയുടെ അംശങ്ങൾ കടക്കാനും, അല്ലെങ്കിൽ ബഹുദൈവാരാധകർ ഇസ്ലാമിൻ്റെ ഉള്ളിൽ സ്ഥാനമുണ്ട് എന്ന് വരുത്തി തീർക്കലാണ് ഇവർ ചെയ്യുന്നത്. അവരറിഞ്ഞും അറിയാതെയുമാകാം. അറിഞ്ഞു ചെയ്യില്ലല്ലോ, അറിയാതെയാണ്, ജഹ്ല് കൊണ്ടാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നവർ ഖവാരിജുകളാണ്, തക്ഫീരികളാണ് എന്ന് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ വിഷയത്തിൽ പല ആളുകളും പല ശുബഹാത്തുകൾ ഇട്ട് കൊടുക്കും, ആശയക്കുഴപ്പങ്ങൾ നമുക്ക് വ്യക്തമായി പ്രകടമാകുന്നതും. ഈ വിഷയത്തിൽ ശക്തമായി പറയുന്ന വിഷയമാണ് ശുറൂത്തുകളും മവാനികളുണ്ട്, തടസ്സങ്ങളുണ്ട്, നിബന്ധനകളുണ്ട് എന്നൊക്കെ. ഈ നിബന്ധനകളൊക്കെ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയെ പുറത്താക്കാൻ, എന്നെയും അല്ലെങ്കിൽ നിങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ പോലെ തൗഹീദിൽ അടിയുറച്ച് നിലകൊള്ളുന്നൊരു മുവഹിദിന് ഷിർക്കുൻ ആയ ഹഫിയായ കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് അറിയാം. ഇതിപ്പോൾ നമ്മൾ തൗഹീദിൻ്റെ വിഷയം പഠിച്ചു, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇതിനപ്പുറം ഒരു സംശയ രീതിയിൽ ഒരു വ്യക്തി താവീലോട് കൂടിയിട്ട് ഒരു വ്യക്തി സംശയിച്ചുകൊണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദീനിൻ്റെ അറിവില്ലാത്തൊരു കുഫർ സംസാരിച്ചു, അതായത് പെട്ടെന്ന് അവനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു താവീലോട് കൂടിയിട്ടുള്ളൊരു കുഫർ. ഇതിനാണ് ഇവർ തെളിവ് പിടിക്കുന്നത്. എന്തിന്? ഇവർ എന്താണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അന്നത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജിഹാദിന് പോയ ആളുകൾ മരത്തിൽ വാൾ തൂക്കിയിട്ടാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് ദാത്തുൽ അൻവാത്തിൻ്റെ മരത്തിൻ്റെ കഥ നമ്മൾ നോക്കിയാൽ അവർ ഈ തെളിവ് പിടിക്കുന്ന കാര്യമാണ്. അവർ കുഫ്റുൻ അക്ബറാണോ സഹോദരങ്ങൾ ചെയ്തത്? അവർ തോകൂത്തുകൾ വെടിയാത്തവർക്കെതിരെ പുറപ്പെട്ട ആളുകളാണ്. അവർ പുതുതായി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ അവർക്ക് എന്ത് വന്നു? ഷെക്ക് വന്നു. അതും അവർ ചോദ്യ രൂപത്തിൽ ചോദിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ പറഞ്ഞ ആ സന്ദർഭം നോക്കുകയാണെങ്കിൽ അവരത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുഫറായി പോകുമായിരുന്നു എന്ന നിലയ്ക്ക് വരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം അവർ പ്രവർത്തിച്ചില്ല, അവർ ചോദ്യ രൂപത്തിൽ ചോദിച്ചു. ഞങ്ങൾക്കും അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ ചോദ്യം അത് താവീൽ കൊണ്ടുള്ള ഒരു ഇതാണ്. അവിടെയാണ് അങ്ങനെയുള്ള മസാലകളിലാണ് നമ്മളിവിടെ എന്ത് എടുക്കുക? ശുറൂത്തുകളും മവാനികളും എടുക്കുക. അല്ലാതെ തോകൂത്തുകളെ വെടിയാത്ത ബഹുദൈവ ആരാധകർക്ക് അവർക്ക് ഇസ്ലാമിന് ഉള്ളിലേക്ക് അവർ വന്നിട്ടില്ല. വന്നാലല്ലേ നമുക്ക് അവനെ പുറത്താക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പറയുന്ന ആളുകൾ തന്നെ പല ആളുകളും സംഘടനൻ്റെ ആളുകളും ആയിക്കോട്ടെ, എല്ലാത്തവരായിക്കോട്ടെ മുബത്തദികളായി പ്രസ്താവിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ബിദ്അത്തുകാർ അല്ലെങ്കിൽ അസലുദ്ദീൻ ഇതേപോലെ തന്നെയാണ്. ഉദുറില്ലാത്ത വിഷയങ്ങളുണ്ട്. അസലിനെതിരായി നിന്നാൽ ആരാണോ സുന്നത്തിനെതിരെ നിന്നവൻ അവൻ ബിദ്അത്തുകാരനാണ്. സുന്നത്തിന് അറിവില്ലായ്മ പരിഗണനയും കൊടുക്കും. ഇതേപോലെ തന്നെ അറിവില്ലായ്മ പരിഗണന കൊടുക്കാത്ത വിഷയങ്ങളുണ്ട്. അടിസ്ഥാന വിഷയങ്ങൾ, അഹ്ലുസുന്നത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ നിർബന്ധമായി അറിഞ്ഞാലല്ലേ അവൻ സലഫി ആകുള്ളൂ, അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആകുള്ളൂ. അവൻ ഇസ്ലാമിലേക്ക് അവൻ അഹ്ലുസുന്നത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പറയും ബിദ്അത്തുകാരാണ് അവർ. കാരണം അഹ്ലുസുന്നത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല പറയും. കാരണം പ്രവേശിക്കാനുള്ള അസൽ അവർക്ക് അറിയില്ല, ജഹിലാണ്. ഇതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. വന്നാലല്ലേ നമുക്ക് അവരെ തക്ഫീർ ചെയ്ത് പുറത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ആൾറെഡി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത ആളുകളാണ്. ഈ അഖീദ ഇസ്തിഗാസ അല്ലാഹുവില്ലാത്തവർ കൊടുക്കുന്നവരും ഷിർക്കുൻ അക്ബറായ കാര്യങ്ങൾ കൊടുക്കുന്നവരൊക്കെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവരത് വന്നാലല്ലേ നമുക്ക് അവന് പുറത്താക്കാനുള്ള ഷുറൂത്തുകളും മവാനികളും നോക്കേണ്ടത്. അപ്പോൾ തോകൂത്തുകൾ വെടിയാത്തവനിക്ക് റുക്കുനുകളും ഷുറൂത്തുകളൊക്കെ പാലിച്ചിട്ടില്ല. ഇത് പാലിക്കാത്ത പക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവില്ല. അതുകൊണ്ട് ഈ വിഷയം ശക്തമായി കൊണ്ട് പഠിക്കേണ്ട വിഷയമാണ്. തക്ഫീർ മുശ്രിക്കും ഓരോ സാധാരണക്കാരനും അറിയേണ്ട വിഷയമാണ്. ഇത് ഉലമാക്കൾ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. ഉലമാക്കൾ മാത്രം ചർച്ച ചെയ്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ പല വിഷയങ്ങളും നമ്മൾ ഉലമാക്കൾ മാത്രം ചർച്ച ചെയ്താൽ മതി നടത്തിയെന്ന് പറയേണ്ടി വരും. പണ്ട് ഈ ഹക്കുകൾ പറയുമ്പോൾ പല ആളുകളും പറയും തബ്ദീലിൻ്റെ വിഷയം, ജർഹ് വതാദീലിൻ്റെ വിഷയങ്ങളൊക്കെ ഉലമാക്കൾ സംസാരിച്ചാൽ മതി പറയുമ്പോൾ അതെത്രത്തോളം ഏതൊരു വ്യക്തിയും അഹ്ലുസുന്നത്തിൽപ്പെട്ട സലഫി അറിഞ്ഞിരിക്കേണ്ട വിഷയം. ആ വിഷയം പോലെ തന്നെയാണ് ഇതിന് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കാണാം ഫോട്ടോഗ്രാഫിൻ്റെ വിഷയത്തിൽ ശരിയായ നിലപാട് ആത്മാവുകളുടെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് തസ്വീർ ആയിക്കോട്ടെ, അത് കൈകൊണ്ടാണെങ്കിലും മെഷീൻ കൊണ്ടാണെങ്കിലും നമുക്ക് പറ്റൂല. ഇതാണ് നമുക്ക് വ്യക്തമായ തെളിവ് മനസ്സിലായത്. ഇവിടെ ഉലമാക്കൾ വേറെ അഭിപ്രായം പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നമുക്ക് വ്യക്തമായ ഹദീസ് ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ ഖുർആനും സുന്നത്തും വ്യക്തമായിക്കൊണ്ടുണ്ട് ഈ വിഷയത്തിൽ. തോകൂത്തുകൾ വെടിയാത്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഫമൻ യക്ഫുർ ബിത്വാഗൂതി വ യുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസഖ ബിൽ ഉർവത്തിൽ വുസ്ഖാ എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? തോകൂത്തുകൾ വെടിയണം. ഫമൻ യക്ഫുറു ബിത്വാഗൂതി വ യുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസഖ ബിൽ ഉർവത്തിൽ വുസ്ഖാ എന്ന് അല്ലാഹ് പറഞ്ഞത്. എന്താ? തോകൂത്തുകൾ വെടിയണമെന്നല്ല പറഞ്ഞു. അപ്പോൾ തോകൂത്തുകൾ വെടിയാത്തവരാണല്ലോ ഇതുപോലെ ഇസ്തിഗാസയും ഖബറാരാധന നടത്തുന്നവർ. അവർ ഇസ്ലാമിൽ സ്ഥാനമുണ്ടെന്ന് നമുക്ക് പറയാൻ പാടില്ല. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഫമൻ യക്ഫുർ ബിത്വാഗൂതി വ യുഅ്മിൻ ബില്ലാഹ് എന്നുള്ളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം.
അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം സഹോദരങ്ങൾ. അള്ളാൻ്റെ ആയത്തിനെ നമ്മൾ നിഷേധിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറയാതെ നിഷേധിക്കുക, അറിയാതെ നിഷേധിക്കുക. അപ്പോൾ ഇത് സലഫികൾ എന്ന് പറയുന്നവർക്കുള്ള ക്ലാസ്സാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ തൗഹീദ് പറഞ്ഞ് മനസ്സിലാക്കുക? അപ്പോൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ നിലകൊള്ളുക. പ്രത്യേകിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട വിഷയങ്ങളുണ്ട് ഇതിൽ. എന്നിരുന്നാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ തന്നെ ഒരു ശുഭത്തുണ്ട്, ഇക്റാഹ് കൊണ്ട്. ഇക്റാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വ്യക്തിൻ്റെ പ്രകടമായിട്ട് എന്താണ് കാണുന്നത്, അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അസർ തന്നെ ഉണ്ട്. നമ്മൾ വഹി നിലച്ച് കഴിഞ്ഞു, ഇനി എന്താണ് ഒരു വ്യക്തി പുറത്തേക്ക് കാണിക്കുന്നത്, അതാണ് നമുക്ക് അവനെ അറിയുള്ളൂ. അവൻ്റെ കൽബ് നോക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ നിലവിൽ എന്ത് ചെയ്യും? പ്രകടമായതുകൊണ്ട് നമ്മൾ വിധിക്കും. ഷിർക്കാണ് പ്രകടമാക്കുന്നതെങ്കിൽ നമ്മൾ അതുകൊണ്ട് വിധിക്കും. അപ്പോൾ ഷിർക്കും തൗഹീദും പ്രകടമാക്കി എന്താ ചെയ്യാന്നുള്ള വാദം അത് ബാലിശമായ വാദമാണ്. ഷിർക്കും തൗഹീദും ഒന്നിക്കൂല. ഷിർക്കുണ്ടെങ്കിൽ അത് നവാഖിൽ ഇസ്ലാം, അവൻ്റെ ഈമാൻ പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം പോലും നമുക്ക് ഇന്ന് പഠിക്കുമ്പോൾ അത് ഗൗരവമായി തോന്നുകയാണ്. അത് മുത്തശദ്ദിദാണ്, തീവ്രവാദിയാണ്, ഖവാരിജാണ്, അങ്ങനെ പലതും പറയും. അപ്പോൾ നമ്മളിത് ഖവാരിജ്, നമ്മൾ വൻപാപത്തിൻ്റെ പേരിൽ തക്ഫീർ നടത്തിയോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് പറയപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഇക്റാഹ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാൾ അപ്പുറത്തൊക്കെ നിന്നിട്ട് ഒരാളിനെ ആക്രമിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിലോ, നമ്മൾ ഒരു വ്യക്തിക്ക് ഇക്റാഹ് പ്രകടമാകുകയാണെങ്കിൽ ആ പ്രകടമായതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇക്റാഹ് നമ്മൾ പ്രകടമായത് കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇക്റാഹാണെന്ന്. അല്ലാണ്ട് ഒരു വ്യക്തി ശിർക്ക് ചെയ്യുകയാണ്, നമ്മൾ പറയണം ഇക്റാഹ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇക്റാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അതിരൂക്ഷമായ രീതിയിൽ അവനിക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ, ശാരീരികമായി അവന് ഉറവുണ്ടാക്കി അവൻ്റെ ജീവന് ഭീഷണിയാകുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ കുഫർ ആഗ്രഹിക്കാതെ അവന് നാവ് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി തഖിയ്യ നടത്തുക. ഇതുപോലും ആ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവൻ്റെ കൽബിലേക്ക് വരാൻ പാടില്ല. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ നിലപാട്. നാവ് കൊണ്ട് സംസാരിക്കുന്ന ആ സന്ദർഭം, അതിൽ പോലും നമ്മളിപ്പോൾ അള്ളാഹു കുഫർ പറയുകയാണ് മനസ്സിൽ വിശ്വാസമല്ലാണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും മനസ്സിൽ എന്തുണ്ടാവരുത്? നമ്മുടെ കൽബിലേക്ക് ആ സമയത്ത് ടച്ചാവരുത്. അത് അത്രയും സൂക്ഷിക്കണം, അത്രയും നമ്മൾ നല്ല സൂക്ഷിക്കണം. അതിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് സംസാരം, അതായത് ഇക്റാഹ് കൊണ്ടൊരു വ്യക്തി ചെയ്താൽ പോലും ഷിർക്കാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവൻ അതുകൊണ്ട് വിധിച്ചിട്ട് പിന്നീട് അവനത് ചെയ്യുന്നത് ഇക്റാഹ് കൊണ്ടാണെന്ന് വെളിപ്പെടുത്തുന്ന വരെ അവനെ നമ്മൾ എന്തായി കാണൂല, മുസ്ലിമായി കാണൂല എന്ന് വരെ സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. അള്ളാഹു പോലെ ഞാൻ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല, ആ വിഷയം അങ്ങോട്ട് ഡീപ്പായി സംസാരിക്കില്ല. അത് ഓരോരുത്തരും വ്യക്തിപരമായി അവൻ്റെ ബാധ്യത ഏറ്റെടുത്ത് പഠിക്കണം. കാരണം വിഷയം രൂക്ഷമായിട്ടും എന്നാൽ വ്യക്തമായി പഠിക്കേണ്ട വിഷയം, രൂക്ഷമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം കൂടിയാണ്. ശക്തമായി കൊണ്ട് പഠിക്കണം ഈ വിഷയം. ഇതിൽ തന്നെ അറിവില്ലാതെ സംസാരിക്കാനും നിൽക്കരുത്. കാരണം അങ്ങനെ പറയാനുള്ള തെളിവായി സംസാരിക്കുന്നത് എന്താ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ തന്നെ അദ്ദേഹം ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? നിൻ്റെ സമയത്ത് ആ കൽബിൽ എന്തായിരുന്നു എന്ന്. അപ്പോൾ ആ കൽബിൽ എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ മനസ്സിൽ ആ സമയത്ത് നാവുമായിട്ടുള്ള കൗലുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ എന്ന് പരിശോധന നടത്തിയപ്പോൾ അതിലില്ല എന്ന് വ്യക്തമായപ്പോൾ നീ ഇനിയും പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിഷയങ്ങൾ ദീർഘമായ രീതിയിലുള്ള വിഷയം ഡീപ്പായി പോകുന്നുണ്ടെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് ഈ പഠിക്കേണ്ട വിഷയങ്ങളും പഠിച്ചു മനസ്സിലാക്കി വെക്കുക. അള്ളാഹു ആലം. സംസാരത്തിൽ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഇതിനെ അറിവില്ലാതെ സംസാരിച്ചത് അള്ളാഹു പുറത്തു തരട്ടെ. അങ്ങനെ അറിവില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.